പ്രൈസ് ദ ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയ മക്കളെ, ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം അവന് ക്രിസ്തുവിനോടുള്ള ആഴമായുള്ള ആ സ്നേഹമാണ്. കർത്താവ് നമ്മോട് പറയുന്നത് ആഴമായി നാം വിശ്വസിച്ച് ഉറയ്ക്കണം. ഹല്ലേലൂയ. നമ്മളുള്ള ആ ഭയത്തെയും ഭീകരതയും ദുഃഖത്തെയും എല്ലാം മാറ്റി ദൈവത്തിൽ അങ്ങ് ഉറപ്പിക്കുകയും വിശ്വാസത്തിൽ ഹല്ലേലൂയ ആ ഭയത്തെയൊക്കെ കീഴ്പ്പെടുത്തുകയും ചെയ്യണം. ഹല്ലേലൂയ. നോക്കൂ, കർത്താവിലുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് കനാനി സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നടന്നത്. അവളെ എന്തെല്ലാം പറഞ്ഞിട്ടും യേശുവിലുള്ള ആ മറുപടിക്കായിട്ട്, അതായത് എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും നമ്മെ ഭാരപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാൽ പിന്നീട് പ്രീതി മക്കളെ നാം ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇവർ അങ്ങനെയല്ല ചെയ്തത്. എനിക്ക് യേശുവിൻ്റെ മറുപടി വേണം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ഹല്ലേലൂയ ആ സ്ത്രീയോട് പറയാ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയ മക്കളെ, നോക്കൂ, നമ്മുടെ ഇഷ്ടം പോലെ നമ്മെ നയിക്കുന്ന കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന് നാം എന്താ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവിനായിട്ട് നമ്മെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് നാം പോകുകയല്ല ചെയ്യേണ്ടത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രയാസമേറിയതാണ് പ്രിയ മക്കളെ. എളുപ്പമൊന്നും ഹല്ലേലൂയ അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നതും ഇത് തന്നെയല്ലേ. നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം നാം കുറയ്ക്കാതെ പള്ളിപ്രമാണിയോട് നോക്കൂ, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി എന്തിനാ ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ടും പള്ളിപ്രമാണി മാറിയില്ല. യേശുവിലുള്ള വിശ്വാസം, ആ ഉറപ്പ്, അതായത് എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടും. പ്രീതി മക്കളെ, ആ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു ചെന്ന് ഹല്ലേലൂയ ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നോക്കൂ, യേശുവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ പള്ളിപ്രമാണിയുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞ മകൾ എഴുന്നേറ്റു നടന്നു. ഹല്ലേലൂയ. അതായത് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, യേശുവിലുള്ള വിശ്വാസം, നോക്കൂ, അതിൽ നമ്മൾ ഉറച്ചു നിന്നാല് ഏത് മരിച്ച അവസ്ഥയും മാറ്റി ജീവനുള്ളതാക്കി തീർക്കുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കർത്താവുമായിട്ടുള്ള എങ്ങനെയാണ്? നമ്മുടെ ആ വിശ്വാസത്തിന്റെ ഉറപ്പിലാണ് നമുക്ക് മറുപടി കിട്ടുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ വളരെയധികം വിശ്വാസത്തിൽ ഉറപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11:27 പറയുന്നുണ്ട്, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തെ കണ്ടാൽ പിന്നെ കൊട്ടാരവും സ്ഥാനവും പദവി എല്ലാം വിടും പ്രിയ മക്കളെ. യേശുവിലുള്ള ആ സ്നേഹം അപ്പനെ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഇവിടെ ഉള്ളതെല്ലാം അങ്ങ് മറക്കും. നോക്കൂ, മോശയ്ക്കറിയാം, ഞാൻ ഇത് വിട്ടുപോയാൽ എന്നെ എൻ്റെ ദൈവം നടത്തുമെന്ന്. ആദ്യം സ്വല്പം പ്രയാസങ്ങളിൽ കൂടി കടക്കേണ്ടി വരും. നോക്കൂ, സങ്കീർത്തനം 73:24 പറയുന്നുണ്ട്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, വിശ്വാസം വർദ്ധിച്ചാൽ തീച്ചൂളയും സിംഹത്തിന്റെ ഗുഹയും ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. നാം ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകി തരുമെന്നുള്ള ആ ഉത്തമ ബോധ്യം, അതായത് പ്രതിഫലം ലഭിക്കുമെന്നുള്ള വിശ്വാസം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പലർക്കും ഇന്നും തീച്ചൂളയുടെ അനുഭവം കടന്നു വരാം. പ്രിയമക്കൾ, അതൊക്കെ സഹിപ്പാനുള്ള കൃപ നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുപ്പൻ നമ്മെ ശക്തീകരിക്കും. ഹല്ലേലൂയ.
പെരുവെള്ളത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ വെള്ളത്തിൽ കൂടെ കടക്കേണ്ട അവസ്ഥകൾ വരും. പക്ഷെ നമ്മളെ മുക്കിക്കളയുകയില്ല. അവിടെ നിന്നെല്ലാം നമ്മളെ വലിച്ചു കയറ്റുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആ സന്തോഷവും ദൈവിക സാന്നിധ്യവും നമ്മുടെ മഹാപ്രതിഫലമെന്ന് നാം എപ്പോഴും അറിഞ്ഞിരിക്കണം. നോക്കൂ, വിശ്വാസത്താലാണ് അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയത്. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെയും ഹല്ലേലൂയ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിലുള്ള തൻ്റെ വിളിയാലുള്ള വിശ്വാസത്താലാണ് അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കുവാൻ പോയത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, യേശുപ്പൻ നമ്മയും പരീക്ഷിക്കും. നമ്മൾ ഹല്ലേലൂയ യേശുവിനെക്കാട്ട് അധികമായിട്ട് മറ്റുള്ളതിനെ സ്നേഹിക്കുവാണെങ്കിൽ ചില പരീക്ഷകളിൽ കൂടെ നമ്മയും കയറ്റിവിടും. ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വിശ്വാസം എന്നത് ദൈവത്തിലുള്ള നമ്മുടെ ആത്മാർത്ഥമായ ഉറപ്പ. ഹല്ലേലൂയ. ഉറച്ച വിശ്വാസത്തിൽ നിലനിന്നില്ല എങ്കിൽ, അതായത് ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഹല്ലേലൂയ എപ്പോഴാണ് വീണു പോകുന്നത്. ഹല്ലേലൂയ. അതായത് ഇരുതോണിയിൽ കാൽ വെച്ചിട്ട് അത് വീണു പോകുകയുള്ളൂ. പ്രിയ മക്കളെ, നാം നമ്മുടെ യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാഞ്ഞു പോകുവാനുള്ളവരല്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. അപ്പനിൽ തന്നെ വിശ്വാസം വെച്ച് നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്ക്, ആ ക്രൂശിനെ നോക്കി ഹല്ലേലൂയ നമ്മെ നേടിയെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ എല്ലാം സഹിച്ച ആ കർത്താവിനെ നമ്മളൊന്ന് ഓർക്കണം. ഹല്ലേലൂയ. ആരും താങ്ങി നിർത്തുവാൻ നമ്മെ കടന്നു വരാതിരിക്കുമ്പോൾ നമ്മെ താങ്ങി നടത്തുന്ന നല്ലൊരു പിതാവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ കൈവിടാത്ത അപ്പച്ചൻ, ഹല്ലേലൂയ, കാത്തു പരിപാലിക്കുന്ന അപ്പച്ചൻ, അതായത് ഹല്ലേലൂയ ആശയ്ക്ക് വിരോധമായി ആശയോട് പ്രവർത്തിപ്പാൻ കഴിവുള്ള അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ വിഷയത്തിന്മേലും അത്ഭുത മറുപടി തന്നെ നമ്മെ സഹായിക്കുന്ന അപ്പൻ. നമ്മുടെ വിശ്വാസം കർത്താവിൽ തന്നെ ആയിരിക്കണം. പ്രിയ മക്കളെ, ആ ക്രൂശിങ്കിലേക്ക് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഹല്ലേലൂയ. ഇന്നുള്ളതെല്ലാം, ഈ കാണുന്നതെല്ലാം മായയാണ്. ഇതെല്ലാം വിട്ടുപോകേണ്ട ഒരു ദിനമുണ്ട് പ്രിയ മക്കളെ. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ആ നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങി കാത്തിരിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, എന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ഓരോരുത്തരെയും ഇടയാക്കണമേ. കർത്താവിൻ്റെ ആ ഹല്ലേലൂയ ആത്മീയ സന്തോഷം ഓരോരുത്തരും പ്രാപിപ്പാൻ ഇടയാകട്ടെ. കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ തന്നെ ഇടയാകണം. കർത്താവേ, ഹല്ലേലൂയ മരിച്ച അവസ്ഥകൾക്ക് ഹല്ലേലൂയ ജീവൻ കൊടുക്കുന്ന ഹല്ലേലൂയ നല്ല പിതാവിനെ ഉറപ്പോട് വിശ്വസിച്ച് ഹല്ലേലൂയ ഓട്ടമോടുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണം. കർത്താവ് പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.